ഇന്ന് സാധാരണ അരി വെച്ചിട്ട് കപ്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അമ്മച്ചി. അപ്പോൾ അതിലേക്ക് ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് മസാലയൊക്കെ തേച്ച് വെക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പും പൊതിനയും പിന്നെ ഒരു ഉള്ളി, ഒരു തക്കാളി, പിന്നെ മാഗി ക്യൂബ്, കുരുമുളക് പൊടി, ഗരം മസാല, കപ്സ് മസാല ഇതൊക്കെ ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് മാഗി ക്യൂബ് ഇടുന്നതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. മാളൂട്ടി ഇപ്പോഴേ കപ്സ് കഴിക്കാൻ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കപ്സ് ഉണ്ടാക്കാം. നമ്മൾ സാധാരണ അരിയിലാണ് കപ്സ് ഉണ്ടാക്കുന്നത്. കുക്കർ വെക്കുക, അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക, പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ മസാലയിൽ തന്നെ ബാക്കിയുള്ള ആ ജാറിൽ തന്നെ 2 തക്കാളി അരച്ചെടുക്കുന്നുണ്ട്. മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ബോൺലെസ് ചിക്കൻ വേണമെങ്കിൽ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബ് യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഉപ്പ് അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ തന്നെ നമ്മൾ അതിലേക്ക് ഇരട്ടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിനേക്കാൾ ഇരട്ടി വെള്ളം. അരമണിക്കൂർ പൊതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കുക്കറിൽ ഒരു വിസിൽ വന്നാൽ നമ്മൾ കപ്സ് റെഡി. അങ്ങനെ അതിലേക്ക് എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ട്, അതുപോലെ എഗ്ഗ് ചേർക്കാത്ത മയോനൈസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. ബൈ.